ദൈവജനമേ, ഒരു മനമോടെ അണയാം, തിരികൾ തെളിക്കാം, ഹൃദയമൊരുക്കാം, പെസഹായിൽ നൽകിയ കൽപ്പനയ്ക്കാം. അണയുക ദൈവജനമേ, ഒരു മനമോടെ അണയാം, തിരികൾ തെളിക്കാം, ഹൃദയമൊരുക്കാം, പെസഹായിൽ നൽകിയ കൽപ്പനയ്ക്കാം. അണയാം ഒന്നായി, ബലിവേദിയിൽ ഒരു ബലിവസ്തുവായി മാറാം. സങ്കീർത്തനങ്ങൾ ഒരു സ്വരമായി, ഒരു ഹൃദയവുമായി. ദൈവത്തിൻ വചനം മുറിയപ്പെടും നീ പാവന പൂജിത നിമിഷത്തിൽ. മുറിയപ്പെടും നീ പാവന പൂജിത നിമിഷത്തിൽ. പ്രാർത്ഥനാ പൂക്കളാൽ നിൻ തിരുമുൻപിൽ സാദരം കൈകൾ കൂപ്പിടുന്നു. പ്രാർത്ഥനാ പൂക്കളാൽ നിൻ തിരുമുൻപിൽ സാദരം കൈകൾ കൂപ്പിടുന്നു. അണയാം ഒന്നായി, ബലിവേദിയിൽ ഒരു ബലിവസ്തുവായി മാറാം. സങ്കീർത്തനങ്ങൾ ഒരു സ്വരമായി, ഒരു ഹൃദയവുമായി. ബലിവേദിയിൽ ഒരു ബലിവസ്തുവായി മാറാം. സങ്കീർത്തനങ്ങൾ ഒരു സ്വരമായി, ഒരു ഹൃദയവുമായി. ദൈവത്തിൻ വചനം മുറിയപ്പെടും നീ പാവന പൂജിത നിമിഷത്തിൽ. ദൈവത്തിൻ വചനം മുറിയപ്പെടും നീ പാവന പൂജിത നിമിഷത്തിൽ. പ്രാർത്ഥനാ പൂക്കളാൽ നിൻ തിരുമുൻപിൽ സാദരം കൈകൾ കൂപ്പിടുന്നു. പ്രാർത്ഥനാ പൂക്കളാൽ നിൻ തിരുമുൻപിൽ സാദരം കൈകൾ കൂപ്പിടുന്നു. അണയാം ഒന്നായി, ബലിവേദിയിൽ ഒരു ബലിവസ്തുവായി മാറാം. സങ്കീർത്തനങ്ങൾ ഒരു സ്വരമായി, ഒരു ഹൃദയവുമായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. കർത്താവ് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും ആത്മാവ് പ്രാപനെ പോലെ
അവിടുത്തെ മേൽ ആവസിക്കുകയും പിതാവിൻ്റെ സ്വരം മുഴങ്ങുകയും ചെയ്തു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളാണ്. തിരുസഭ നമ്മളെ അനുസ്മരിപ്പിക്കുക. ജോർദാൻ നദിയിൽ വെച്ച് സ്നാപകനിൽ നിന്ന് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമാണ് സ്നാപകൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം എന്തിന് പാപമില്ലാത്ത ഈശോ സ്നാപകനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉത്തരം, പ്രവാചക വചനം നിറവേറ്റപ്പെടുവാനും യഹൂദ പാരമ്പര്യം നിലനിർത്താനും ഈശോ മതകർമ്മങ്ങളിൽ എളിമയോടുകൂടി അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് സ്വീകരിക്കുകയാണ്. മനുഷ്യ മക്കളോടുള്ള തൻ്റെ താതാത്മ്യം പ്രാപിക്കുന്ന, അപ്പോൾ ദൈവപുത്രൻ ദൈവിക സ്ഥാനം വെടിഞ്ഞ് മനുഷ്യനായി മനുഷ്യനോടൊത്ത് വസിക്കുവാനായി മനുഷ്യൻ സ്വീകരിക്കുന്ന അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം എളിമയോടെ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പരസ്യജീവനം ആരംഭിക്കുക. അപ്പം നമ്മൾ വചന വായന കഴിഞ്ഞ് നമുക്കൊരു 5 മിനിറ്റായി സുവിശേഷ ഭാഗത്തെ പറ്റി നമുക്ക് പരിചിന്തിക്കാം. അപ്പം നമ്മൾ ജ്ഞാനസ്നാനം ഇന്ന് സ്വീകരിക്കുക സഭയിൽ അംഗമാകാൻ വേണ്ടിയാണ്. സഭയിൽ അംഗമാകുക. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായം ആദ്യം വായിക്കുക. അപ്പോസ്തലന്മാരെല്ലാവരും പെന്തക്കോസ്താ ദിവസം പ്രാർത്ഥനാ നിമഗ്നനായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു അഗ്നിനാളങ്ങളായിട്ട്. അതിനുശേഷം അപ്പോസ്തലന്മാരിൽ വരുന്ന രൂപമാറ്റം, മാനസിക മാറ്റം, അവരെല്ലാവരും തീക്ഷ്ണമതികളായി സുവിശേഷ പ്രഘോഷകരായി അന്നും പിന്നീടും അവർ വിവിധ ദേശങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുകയാണ്. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുക നമ്മൾ ദൈവാഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടാനും അത് തീവ്രതയോടെ തീക്ഷ്ണതയോടെ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനും വേണ്ടിയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവൻ, നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഈ വെരുകെന്ന് പറയുന്ന ഒരു മൃഗം അതിങ്ങനെ ഒരിക്കലും തനിയെ നിൽക്കുകയില്ല, ഓടിക്കൊണ്ടിരിക്കുന്ന പറയും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ്, തീക്ഷ്ണമതിയായിട്ട് കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ അലസരായി നമ്മൾ ഇരിക്കേണ്ടവരല്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ മുഖത്തുള്ള തീക്ഷ്ണതയും കാര്യപ്രാപ്തിയുമൊക്കെ തീവ്രമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു തീവ്രവാദി എന്ന് വിളിക്കാം, കൊല്ലുന്ന തീവ്രവാദിയല്ല, സുവിശേഷ പ്രഘോഷകനായ തീവ്രവാദി. അതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവൻ ആകേണ്ടത്. പക്ഷെ നമ്മൾ പലരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് നമ്മൾ ഐസിൽ ഫ്രീസിങ്ങിലിരിക്കുന്ന പോലെയാണ്. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ. അത്യാവശ്യം അതാണ് കേരളത്തിലെ സഭയുടെ പരാജയം. നമ്മൾ യൂറോപ്പിലേക്ക് പണ്ട് പോവുകയാണെങ്കിൽ യൂറോപ്പിൽ വലിയ ദേവാലയങ്ങളൊക്കെ എല്ലാം കെട്ടിപ്പൊക്കി ജനങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. അപ്പം അവിടെയുള്ള വലിയ ദേവാലയങ്ങളൊക്കെ ഇപ്പം സർക്കാരിനെ വിട്ടുകൊടുക്കുകയാണ്. റിസോർട്ടാക്കാനും ബാറാക്കാനും ഒക്കെ ആരും പള്ളിയിൽ പോകുന്നില്ല. എനിക്കൊന്ന് കേരള സഭയുടെ അവസാനം അങ്ങനെയായിരിക്കും. നമ്മളിവിടെ കോടികൾ മുടക്കി വലിയ പള്ളിയെല്ലാം പണിഞ്ഞിട്ട് അവസാനം പ്രാർത്ഥിക്കാനായിട്ട് ആരും വരുന്നില്ല, അത് സർക്കാരിന് കൊടുക്കാം. ചെറിയ പള്ളിയാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വിശ്വാസം, യൂറോപ്പിലെ വിശ്വാസം കുറഞ്ഞു, പള്ളിയെല്ലാം അവരുപേക്ഷിച്ചു. ചിലപ്പോൾ ഇപ്പോൾ കോവിഡ് വന്നതുകൊണ്ട് അവർ തിരിച്ച് പള്ളിയിലേക്ക് വരുന്നുണ്ടാവും. പ്രാർത്ഥന കുറഞ്ഞു. അപ്പോൾ നമ്മളിവിടെയും തീവ്രമായ ദേവാലയം പണിയിലാണ്. നമ്മൾ പൊളിച്ചു പണിഞ്ഞ് വലിയ പള്ളിയാണ്, പക്ഷെ പള്ളി ആരും കയറുന്നില്ല, എപ്പോഴും പള്ളിക്ക് പുറത്തായിരിക്കും. പള്ളി പോകാൻ നമ്മൾ പറയുമ്പോൾ പള്ളി പൊളിച്ചു പണിഞ്ഞാലും ഈ പള്ളി വരുന്നതെന്ന് പറയുന്നവർ എപ്പോഴും നിൽക്കുന്ന പള്ളിക്ക് പുറത്തായിരിക്കും. അപ്പോൾ വലിയ പള്ളിയല്ല ആവശ്യം,
വലിയ ഹൃദയമാണ് ആവശ്യം. തമ്പുരാനെ ഉൾക്കൊള്ളാനായിട്ട് വലിയ ഹൃദയം. അപ്പം നമ്മുടെ ഹൃദയങ്ങളൊക്കെ ചുക്കിച്ചുളുങ്ങി തമ്പുരാന് പോലും കുനിഞ്ഞു പോലും കയറാത്ത അവസ്ഥയായി. നമ്മൾ ഈ കൂദാശകളൊക്കെ എല്ലാം സ്വീകരിച്ച് ജ്ഞാനസ്നാനം ഒപ്രീശമായും കല്യാണവും ഒക്കെ എല്ലാം സ്വീകരിച്ചിട്ട് ഹൃദയം ഞമണിക്ക പോലത്തെ ഹൃദയമായി, വലിയ ഹൃദയമായിട്ടില്ല. അപ്പോൾ വലിയ ഹൃദയമായെന്നാലേ നമുക്ക് സുവിശേഷ പ്രഘോഷകരായിട്ട് മാറാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് ബലിയിലേക്ക് പ്രവേശിക്കാം. സുവിശേഷം കഴിഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങളൂടി പറയാം. ഇതുവരെ സമരത്തോടുകൂടി കൊണ്ടാടുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സ് വെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. പിതാവിന്റെ പാർശ്വത്തിൽ
നേർവരം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ അവനാത്മാവോടൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ജോർദാൻ നദിയിൽ ക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങി വന്നപ്പോൾ അങ്ങേ പ്രിയപുത്രനുമായി അവിടുത്തെ സാഘോഷം അങ്ങ് പ്രഖ്യാപിച്ചുവല്ലോ. ജലത്താലും പരിശുദ്ധാത്മാവാലും നവജന്മം പ്രാപിച്ച അങ്ങേ ദത്തുപുത്രർ അങ്ങേ പ്രീതിയിൽ എന്നും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീനരാകുകയോ ഇല്ല. തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കും. ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയാകുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമെന്ന് ഉദ്ഘോഷിക്കുവിൻ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്.
രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രണ്ടാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പത്രോസ് പ്രഭാഷണം ആരംഭിച്ചു. സത്യമായും ദൈവത്തിന് പക്ഷാപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനത്തിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പിടികൂടപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റു സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. മേഘങ്ങളിൽ നിന്ന് ഒരു സ്വരം പുറപ്പെടുവിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഹല്ലേലൂയ. 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 കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. കർത്താവിൻ്റെ സുവിശേഷം. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ആമേൻ. ഇരിക്കുക കുറച്ച് സമയത്തേക്ക്. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാളാണ്. രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ഈശോയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും. വരാനിരിക്കുന്നവൻ തന്നേക്കാൾ ശക്തനാണ് എന്നാണ് താങ്കൾ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചവരോട് സ്നാപകൻ മറുപടി പറഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും ജ്ഞാനസ്നാനം നൽകും. അപ്പോൾ നമ്മൾ ക്രിസ്തുവും യോഹന്നാനും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുക ജ്ഞാനസ്നാനത്തിലൂടെയാണ്. സ്നാപകൻ ജലം കൊണ്ട് സ്നാനം കൊടുക്കുന്നു. ആ സ്നാനത്തിന് ജനങ്ങളെ അനുതാപത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ സാധിക്കൂ. അത് സ്നാപകൻ പറയുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി മനുഷ്യനെ അനുതാപത്തിലേക്ക് കൊണ്ടുവരിക, അനുതാപത്തിൻ്റെ സ്നാനം യോഹന്നാൻ കൊടുക്കുകയാണ്. യോഹന്നാൻ തന്നെ പറയുന്നു,
എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, നിങ്ങളറിയാത്തയാള് നിങ്ങളുടെ മധ്യേയുണ്ട്. അദ്ദേഹം നിങ്ങളെ അഗ്നി കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും ജ്ഞാനസ്നാനപ്പെടുത്തും. അതങ്ങനെയാണ്. ജലം കൊണ്ട് സ്നാപകൻ ജ്ഞാനസ്നാനം കൊടുക്കുന്നത്, ജലം കൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവൻ അനുദപിച്ച് ദൈവവിശ്വാസത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവൻ ദൈവത്തെ അറിയുന്നു, ദൈവമാർഗത്തിലേക്ക് അവൻ വരുന്നു അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ. അപ്പോൾ ഈശോയുടെ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ അഗ്നി കൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ടുമാണ് അവൻ നമ്മളെ ഹൃദയങ്ങളെ സ്പർശിക്കുക. ആ സ്പർശനം ഒരു പൊള്ളലാണ്. തീക്ഷ്ണമായ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ക്രിസ്തു കൊണ്ടുപോകുന്നു. എങ്ങനെയാണ്? അപ്പസ്തോലന്മാര് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിച്ചപ്പോൾ അവര് തലേ ദിവസം വരെ വളരെ ശുഷ്കരായിരുന്നവര്, പേടിത്തൊണ്ടന്മാരായിരുന്നവര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവര് വളരെ ശക്തിയുള്ളവരായി. അവരുടെ വ്യക്തിത്വങ്ങളിൽ മാറ്റം വന്നു. കർത്താവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തന്നെ തയ്യാറായി. അന്ന് തന്നെ പത്രോസ് പ്രസംഗിച്ചു. കഠിനഹൃദയരായ യഹൂദന്മാര് മനസ്സ് വെച്ചു. ഈശോയെ കൊന്നതിൽ മനസ്താപമില്ലാതിരുന്ന കഠിനഹൃദയരായ യഹൂദന്മാരെ പത്രോസിന്റെ കന്നിപ്രസംഗത്തിലൂടെ മനസ്താപത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ചിന്തിക്കുക. പത്രോസിന്റെ ശക്തമായ പ്രസംഗം, ഈശോയെ കൊന്നത് തമാശയായിട്ട് രസകരമായിട്ട് വിശ്വസിച്ചിരുന്ന യഹൂദത്തിന്റെ മതതീവ്രതയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പത്രോസ്, നിങ്ങൾ ക്രിസ്തുവിനെ കൊന്നവരാണ് എന്ന് പറഞ്ഞ കൊലപാതക കുറ്റം യഹൂദരുടെ മേൽ ചുമത്തി അവരിൽ നിന്ന് അന്ന് വളരെയേറെ പേർ പത്രോസിന്റെ മുമ്പിൽ മുട്ടുകുത്തി, ഞങ്ങൾ എന്ത് ചെയ്യണം, തെറ്റായിപ്പോയി എന്ന് പറയാൻ പത്രോസിന് സാധിച്ചെങ്കിൽ അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സ്പർശനം. ഈശോയുടെ വാക്കുകൊണ്ട് കഠിനഹൃദയരായിരുന്ന യഹൂദന്മാരെ 3000-ഓളം പേര് അന്ന് മനസ്സപിച്ചു എന്നാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുക. അപ്പൊ അത്രയും കർത്താവിനെ കൊന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന യഹൂദരിൽ അനുതാപത്തിന്റെ, മനസ്താപത്തിന്റെ പ്രവർത്തനമാണ് പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിലൂടെ രൂപമാറ്റം സംഭവിച്ചത്. അപ്പം അത്രയും ശക്തമായിട്ട് പ്രസംഗിക്കുവാനായിട്ട് പ്രേരണ കൊടുത്തത്, മനസ്സിൽ തീപ്പൊള്ളൽ കൊടുത്തത്, തീഷ്ണത കൊടുത്തത്, തീനാളങ്ങളായിട്ട് പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ സ്പർശനമാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിലൂടെയാണ് നമ്മൾ തീഷ്ണമതികളായ ദൈവരാജ്യ പ്രഘോഷകരാകുക. പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരോട് എഴുതുമ്പോൾ ജ്ഞാനസ്നാനത്തെ പറ്റി പൗലോസ് ശ്ലീഹ പറയുക, നിങ്ങൾ സ്നാനം സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത് പോലെയാണെന്നാ പറയുക. അപ്പോൾ ജ്ഞാനസ്നാനമാണ് ക്രിസ്ത്യാനിയുടെ അടയാളം. ക്രിസ്തുവിൽ സ്നാനം സ്വീകരിച്ചിരിക്കുന്നവര് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് ഗലാത്യക്കാരുടെ 3-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ. ജ്ഞാനസ്നാനം എന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ അടയാളമാണ്. പൗലോസ് പറയുന്നത് ഈ അടയാളം നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ജ്ഞാനസ്നാനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മൾ ക്രിസ്തുവിന്റെ മുദ്ര ധരിച്ചിരിക്കും. നമ്മുടെ വെളിപാട് പുസ്തകത്തിൽ ഈ ലോകാവസാനത്തെ പറ്റി വായിക്കുന്ന ഭാഗത്ത് മാലാഖമാര് മരിച്ചവരെ അന്വേഷിച്ചിറങ്ങുക മുദ്ര സ്വീകരിച്ചവരെ നോക്കിയാണ്. ഏത് മുദ്രയാണ്? ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ
നമ്മുടെ അന്തരാത്മാവിൽ ദൈവം സ്പർശിക്കുന്ന മുദ്ര, ആ അടയാളം നോക്കിയാണ് അവർ നമ്മളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആത്മാവിൽ ആദ്യമേ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് തരുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം. പിന്നെ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ആ കൂദാശയുടെ വശ്യതയും കൂദാശയുടെ ആഴവുമൊക്കെ മറന്നിട്ട് ആഘോഷങ്ങളിലാണ് നമ്മൾ പോവുക. ഭൗതികമായ ആഘോഷങ്ങൾ, നല്ല ഭക്ഷണം, മദ്യം, ഒരുമിച്ച് കൂടൽ. അല്ലെങ്കിൽ ഈ കൂദാശയിലൂടെ ക്രിസ്തു ആ കുടുംബത്തിലേക്ക് വന്നു, ആ മകനിലേക്ക് വന്നു. അതിൽ സന്തോഷിക്കുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂദാശകൾ ജ്ഞാനസ്നാനം മാത്രമല്ല, പിന്നീട് വരുന്ന എല്ലാ കൂദാശകളും സ്വീകരിക്കുമ്പോൾ കൂദാശകൾ ആഘോഷത്തിൻ്റെ മുദ്രയായിട്ട് മാറുകയാണ്. കൂടാൻ വേണ്ടിയുള്ള കൂദാശ സ്വീകരണം. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം സ്പർശിക്കുന്നു എന്ന് പറയാനൊക്കെ ഇല്ല. ആന്തരിക മാറ്റം നമ്മളിൽ നഷ്ടപ്പെടുന്നു. വിവാഹം കഴിക്കുമ്പോഴും മറ്റ് കാര്യങ്ങൾ, മറ്റ് കൂദാശകൾ അതികുർബാന സ്വീകരിക്കുമ്പോഴുമൊക്കെ ആഘോഷത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പം ഞാൻ ഒരു തമാശ പറയാം. ഈ പ്രാവശ്യം ആദ്യ കുർബാന സ്വീകരിക്കുവാനായിട്ട് കുട്ടികളെ ഒരുക്കിയപ്പോഴാണ് 1000 രൂപ തരണമെന്ന് പാരൻസിനോട് ഞാൻ പറഞ്ഞു. അത് ചെലവിലേക്ക്. പിന്നെ ബൊക്കെ വാങ്ങാനായിട്ട് ആദ്യം 650 രൂപ പറഞ്ഞു ബൊക്കെ ഉണ്ടാക്കുന്നവൻ. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ബൊക്കെ കൂടുതലാണ്, പിന്നെ അത് 500 ആക്കി. അപ്പോൾ ഞാനിത് ആ ബൊക്കെ ഉണ്ടാക്കുന്നവനോട് പറഞ്ഞു, എടോ പാരൻസൊക്കെ വഴക്കിടുന്നു, ഇതിൻ്റെ വിലയൊന്ന് കുറയ്ക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ്റെ അദ്ദേഹത്തെ വിഷമിപ്പിച്ച ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, വർഷങ്ങൾക്ക് മുൻപ് ഈ ആദ്യ കുർബാന കഴിഞ്ഞിട്ട് കുറച്ച് പാരൻസ് ഈ ബൊക്കയുമായിട്ട് കടയിലേക്ക് വന്നു എന്നാണ് പറയുക. എടോ ഇത് 1/2 മണിക്കൂർ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇതെടുത്തിട്ട് കാശ് താന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച സമയത്ത് ആ ബൊക്കയും തലയിൽ വെക്കുന്ന കപ്പോളിയുമൊക്കെ എൻ്റെ മാതാപിതാക്കന്മാരൊരു പ്ലാസ്റ്റിക് കൂടിൽ പൊതിഞ്ഞ് പ്രാർത്ഥനാ പീഠത്തിൽ വയ്ക്കുമായിരുന്നു. എൻ്റെ ഓർമ്മയായിട്ട് ആദ്യ കുർബാന സ്വീകരിച്ചതിൻ്റെ ഓർമ്മയായിട്ട്. അപ്പോൾ പിന്നത്തെ പാരൻസ് ആ അന്തരം നോക്കുക. എടോ ഇത് 1/2 മണിക്കൂർ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇത് തിരിച്ചെടുത്തിട്ട് കാശിത. അപ്പോൾ ആ ബൊക്കെ നമ്മൾ ആദ്യ കുർബാനയ്ക്ക് പിടിച്ച ബൊക്കയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം, അതിൻ്റെ മഹിമ, 1/2 മണിക്കൂർ ഉപയോഗിച്ചിട്ടുള്ളൂ, പകുതി വില തന്നാൽ മതി, 500 രൂപ. അപ്പം അദ്ദേഹം അങ്ങനെയുള്ള പാരൻസ് ഈ പ്രദേശത്തുണ്ടെന്നാണ് പുള്ളി പറയുക. അന്ന് ഇത് തിരിച്ചെടുത്തിട്ട് കാശ് എന്നാൽ കൊള്ളായിരുന്നു, ഇത് 1/2 മണിക്കൂർ തനിക്ക് വീണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഈ കട പൊട്ടിയാൽ മതിയല്ലോ, തിരിച്ച് ഞാൻ വാങ്ങിക്കുന്നെങ്കിൽ പുതിയതെന്നുകൊണ്ട്. അപ്പോൾ കൗദാശിക സ്വീകരണത്തിൽ നമ്മൾ കൊടുക്കുന്ന സ്ഥാനം വെറുതെ ആഘോഷം, നമ്മളെ ഒന്നും സ്പർശിക്കുന്നില്ല, ചുമ്മാ ഒരു അഭിനയം മാത്രം, ആക്ടിങ് പോരാ. പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിക്കണം പ്രിയപ്പെട്ടവരെ. ഓരോ കൂദാശിക്കും വേണ്ടി ഇപ്പം നമ്മൾ ഈ കോവിഡ് വന്നുകൊണ്ട് വിവാഹത്തിന് ഒരുക്ക ക്ലാസ് ഇല്ല, രക്ഷപ്പെട്ടു വന്നാൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ, അതില്ല, ഓൺലൈൻ വഴിയില്ല. അപ്പം ഞാനിങ്ങനെ നമസ്കാരങ്ങൾ ചോദിച്ചു. അപ്പോൾ വിവാഹ ഒരുക്ക ക്ലാസ് നഷ്ടപ്പെട്ടത് ഇല്ലാതായത് നന്നായി. പെട്ടെന്ന് കെട്ടിയിട്ട് എന്തിനാ കടുംകെട്ടായിട്ട് അഴിക്കാൻ പിന്നെ വരും. അച്ഛാ കെട്ടിയത് കടംകെട്ടായിപ്പോയി, ഒന്ന് അഴിച്ചു തരുക, 6 മാസം കഴിയുമ്പോൾ വരികയും. കടംകെട്ടാകുമ്പോൾ കത്തറ വെച്ച് മുറിക്കേണ്ടി വരും. മുറിക്കാൻ എളുപ്പമാണ്, പിരിച്ചുവിടാൻ എളുപ്പമാണ്, കെട്ടാനാണ്. ഒരുക്കത്തോടുകൂടിയാണ് കെട്ടേണ്ടത്. ഒരുക്കമില്ലാതെ കെട്ടുന്നതാണ് പിന്നെ പെട്ടെന്ന് മുറിച്ചു കളയേണ്ടി വരിക. അപ്പോൾ പ്രാർത്ഥനയില്ല, ക്ലാസ്സില്ല, ഒരുക്കമില്ല, എല്ലാം നഷ്ടപ്പെടും. കൂദാശ ആഘോഷമായിട്ട് മാറാതെ ജ്ഞാനസ്നാനം, ഉപ്രേക്ഷമ, വിവാഹം എല്ലാം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായി തരുന്ന കൂദാശയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ ഒരുങ്ങണം. അപ്പോൾ കുർബാന സ്വീകരിക്കുമ്പോഴും
ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോഴും കുമ്പസാരം സ്വീകരിക്കുമ്പോഴുമൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിക്കുന്നു. അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്ര. അതാണ് നമ്മളെ മരണം വരെ തീക്ഷ്ണമതികളായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ജ്ഞാനസ്നാനവും പ്രേക്ഷമായും കുർബാന സ്വീകരണവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആന്തരികമായ ഒരു മൂവ് തരണം, പുഷിങ് തരണം. അല്ലാതെ വിജാതീയരെപ്പോൾ നമുക്ക് ജീവിക്കാം അല്ല. നമ്മൾ വിജാതീയരല്ല, കർത്താവിൽ സ്നാനപ്പെട്ടുവെങ്കിൽ മരണം വരെ യേശുവയെ സ്വീകരിക്കുവാനുള്ള തീക്ഷ്ണതയുള്ളവരായി മാറണം. അപ്പോൾ നമ്മളെയും മറ്റുള്ളവരെയും പറ്റി ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ ജീവിതവും വിജാതീയർ ജീവിതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസം വേണം. വ്യത്യാസം വരെങ്കിൽ നമ്മൾ ഈ വിശ്വാസം ഉപേക്ഷിച്ച് പോകാം. There is a change. മാറ്റമുണ്ട്. നമ്മുടെ മക്കളും മറ്റു മക്കളും തമ്മിൽ മാറ്റമുണ്ടോ? ഉണ്ട്. സ്വഭാവത്തിൽ മാറ്റം. അവർ പ്രാർത്ഥിക്കുന്നവരാണ്, വിശിഷ്ട സ്വഭാവമുള്ളവരാണ്. ഏത് വിജാതീയരുടെ കൂടെ പോയാലും വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നവരല്ല എൻ്റെ മക്കൾ എന്നപ്പന് തലയിൽ കൈവച്ച് പറയാൻ അത്രത്തോളം ഒരുക്കമാണ്. 13ാം ക്ലാസ് കഴിഞ്ഞ് കൊച്ചു പോയി. അവൻ ആദ്യ അൾത്താര ബാലകനായിരുന്നു, പിന്നീട് അവൻ വിട്ടുപോയി, കിട്ടിയിട്ടില്ല. അവനൊരു വിജാതീയ പെണ്ണിനെ വിവാഹം കഴിച്ചു, അപ്പനെ അമ്മയെ ഉപേക്ഷിച്ച് ദൂരെ പോയി താമസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫോർമേഷന് ഒരു ഓൺഗോയിങ് അല്ല, കണ്ടിന്യൂറ്റി ഇല്ല. 13ാം ക്ലാസ്സിൽ വേദപാഠം കഴിഞ്ഞ് പള്ളി വിട്ടുപോവുകയാണ്, പിന്നെ അവനെ കാണുക ദുഷ്ടന്മാരുടെ കൂട്ടത്തിലാണ്. അങ്ങനെയല്ല, അവൻ ഈശോയോടുകൂടെ ആയിരിക്കണം, ഈശോയുടെ പ്രോസസ്സിങ്ങിലായിരിക്കണം. അതാണ് നമ്മുടെ കൂതാശ കൊണ്ടുപോകുക. അതല്ലെങ്കിൽ ഇത്രയും നിർത്തി മതി എന്ന് പറഞ്ഞ് പോകുന്നതല്ല. മരണം വരെ കൂതാശകൾ നമ്മളെ രൂപമാറ്റത്തിലേക്ക്, പ്രോസസ്സിങ്ങിലേക്ക് കൊണ്ടുപോകണം. അതാണ് നമ്മുടെ എല്ലാ കൂതാശകളും. ഇപ്പം നമ്മുടെ ജ്ഞാനസ്ഥാനത്തിന് ദിവസം ഓർക്കുക, നമ്മുടെ പതിരഞ്ഞപ്പനെയും പതിരഞ്ഞമ്മയെ ഓർക്കുക. ചിലരെ മരിച്ചുപോയി കാണും അല്ലേ? സ്നാനപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെ എടുത്തുകൊണ്ട് പള്ളിയിൽ വന്ന 2 പേരുണ്ട്. അവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ചിട്ടുണ്ടോ? മരിച്ചവരാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ പതിരഞ്ഞപ്പനും പതിരഞ്ഞമ്മയും എന്നെ പള്ളിയിൽ കൊണ്ടുവന്ന വികാരിയത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ വെള്ളം തളിച്ച് ഞാൻ സ്നാനപ്പെടുത്തിയവർ, അവർ നിങ്ങളെ ഈശോയുടെ പ്രസാദപര ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരാണ്. അവരെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ദിവസം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയിലെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ടു. വിശുദ്ധലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയപ്പെട്ട നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ കാലയളവിൽ നമ്മുടെ സൽപ്രവൃത്തികളിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്
നമ്മുടെ ദൈവത്തിന് യാചനാ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി അമലോത്ഭവ കന്യക വചനത്താൽ ഗർഭം ധരിച്ചതും അവർണ്ണനീയമാപിതം ജന്മം നൽകിയതുമായ ക്രിസ്തുവിനെ വിശ്വാസ സ്ഥിരതയോടെ സഭ കാത്തിരിക്കുവാനും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും അഭിവൃദ്ധിക്കും ശാന്തിക്കും വേണ്ടി ഐഹിക ദാനങ്ങൾ നിത്യതയിലേക്കുള്ള സമാനമായി പരിണമിക്കാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശപ്പും രോഗവും ഏകാന്തതയും മൂലം ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷവൽക്കരണ രഹസ്യം വഴി അവർക്ക് മനസ്സിനും ശരീരത്തിനും ഒന്നുപോലെ ആശ്വാസം ലഭിക്കാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ദരിദ്രരിലെ പോലും അവിടത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംവഹിക്കുവാൻ അർഹയായ കന്യകമറിയം, അങ്ങേ മക്കളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കരുണയോടെ നീക്കണേ, പൂർണ്ണനായി മാറുവാൻ കൃപ തൂകണേ. പൂർണ്ണമായി ഏകിടുന്നു ദൈവമേ, ഉയരുമീ കാഴ്ചയേറ്റുവാങ്ങണേ. പരിപൂർണ്ണ ബലിയിൽ ചേർത്തിടാൻ നാഥാ, നൽകിടാം നിൻ ദാനമായി ജീവിതം. നിന്റെ ദിവ്യ സ്പർശനം ഇന്നേകിടൂ, ഞങ്ങൾ നിന്റേതായി തീരുവാൻ വരമേകണേ. നിന്റെ ദിവ്യ സ്പർശനം ഇന്നേകിടൂ, ഞങ്ങൾ നിന്റേതായി തീരുവാൻ വരമേകണേ. പൂർണ്ണമായി ഏകിടുന്നു ദൈവമേ, ഉയരുമീ കാഴ്ചയേറ്റുവാങ്ങണേ. കുറവുകൾ കരുണയോടെ നീക്കണേ, പൂർണ്ണരായി മാറുവാൻ കൃപ തൂകണേ. സഹോദരങ്ങൾ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഈ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങേ വിശ്വാസികളുടെ ബലിവസ്തു ലോകത്തിന്റെ പാപങ്ങൾ കരുണാപൂർവം കഴുകിക്കളയുവാൻ
തിരുവുള്ളമായ അവിടുത്തെ ബലിയായി പരിണമിപ്പിക്കുമാറാകണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് ജോർദാനിൽ വെച്ച് അത്ഭുതകരമായ രഹസ്യങ്ങളാൽ ഒരു നവസ്നാനം കാണിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ശബ്ദത്തിലൂടെ അങ്ങേ വചനം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടാൻ ഇടയാക്കി. മാത്രമല്ല, പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന ആത്മാവിലൂടെ അങ്ങേ ദാസനായ ക്രിസ്തു ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടുവെന്നും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ടുവെന്നും അറിയപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന് ഭൂമിയിൽ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങേ മഹാമഹിമയ്ക്ക് മുൻപിൽ ഞങ്ങൾ അവിരാമം അങ്ങയെ പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപരാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. വാഴും ഞങ്ങൾ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയെ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവിന്റെ സമാധാനം ഞങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ
സ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഉദരത്തിൽ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൽ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേകയാശ്രയം. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒന്നാമത്തെ കുർബാനയുടെ സ്തോത്ര കാഴ്ച 4238, രണ്ടാമത്തെ കുർബാനയുടേത് 1550, കാഴ്ചവെപ്പ് 740. നമ്മൾ ഈ വർഷം പരിശുദ്ധ മാർപ്പാപ്പ ഡിസംബർ 8, 2020 മുതൽ ഡിസംബർ 8, 2021 വരെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വ്യക്തിത്വത്തിലെ വിവിധ സ്ഥാനങ്ങൾ, കുടുംബനാഥൻ, തൊഴിലാളി, നീതിമാനായ ഭർത്താവ്, നീതിമാൻ, ഇപ്പം എങ്ങനെ വിവിധ വ്യക്തിത്വങ്ങളിൽ ഒക്കെ ആ വിഷയങ്ങൾ നമ്മൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു വർഷം പ്രത്യേകമായി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്നേഹസമൂഹ മീറ്റിങ്ങിലൂടെ അതിൻ്റെ സെമിനാറുകളും ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ പള്ളിയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന പള്ളിയാണ് ബുധനാഴ്ച. അപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്കും നമ്മൾ കൊണ്ടുപോയിട്ട് അടുത്ത വർഷം ഡിസംബർ 8 ആഘോഷമായി നമ്മൾ ഏത് യൂണിറ്റിലാണോ അവസാനം കൊണ്ട് ഏത് വീട്ടിലാണോ വെക്കുക അവിടെ നമ്മൾ ആഘോഷമായി യൗസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപം അടുത്ത വർഷം കൊറോണ ഇല്ലെങ്കിൽ വളരെ ആഘോഷമായിട്ട് നമ്മൾ പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഈ 13-ാം തീയതി ബുധനാഴ്ചയാണ് നമ്മൾ തിരുസ്വരൂപം ആഘോഷമായിട്ട് പള്ളിയിൽ നിന്ന് നമ്മൾ സെയിൻറ്റ് പീറ്റർ യൂണിറ്റിലേക്ക് 8-ാം യൂണിറ്റിലേക്ക് അവരുടെ വീട് അന്ന് തയ്യാറാക്കും. അപ്പം അവിടെ കൊണ്ട് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ട് പിറ്റേ ദിവസം യൂണിറ്റിൽ ഓരോ വീട്ടിൽ ഒരു ദിവസം വെച്ച് കുടുംബങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ യൂണിറ്റ് കവർ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ ആഘോഷമായിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഈ 12 മാസം കൊണ്ട് യൗസേപ്പ് പിതാവ് മൊത്തം ചുറ്റിക്കറങ്ങി നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം സാധിച്ച് തിരിച്ച് നമ്മൾ അടുത്ത വർഷം ഡിസംബർ 8-ാം തീയതി ആഘോഷമായിട്ട് യൗസേപ്പ് പിതാവിനെ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്നലെ കൂടിയ സ്നേഹ സമൂഹത്തിൽ അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ചിത്രത്തോടു കൂടിയ ഒരു പ്രാർത്ഥന കാർഡും നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലും പ്രാർത്ഥന കാർഡ് കൊടുക്കും. ഇനി അത്യാവശ്യമുള്ളവർക്ക് എൻ്റെ പക്കൽ നിന്ന് ആ പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് 10 പ്രാവശ്യം യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത തേടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായി തോന്നുക. യൗസേപ്പ് പിതാവ് ഒത്തിരി അനുഗ്രഹദാതാവായിട്ടാണ് ഇവിടെ പള്ളിയിൽ ഇരിക്കുക. അപ്പോൾ 13-ാം തീയതി ബുധനാഴ്ചയാണ്. വൈകുന്നേരം 5 മണിക്കുള്ള കുർബാന കഴിഞ്ഞാണ് നമ്മൾ സെയിൻറ്റ് പീറ്റർ സ്നേഹ സമൂഹത്തിലേക്ക് യൗസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപം ആഘോഷമായിട്ട് നമ്മൾ പ്രയാണം നടത്തുക. കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോവുക. വലിയ ആൾക്കൂട്ടമില്ലെങ്കിലും രൂപമെടുക്കാനും 2 നിരയായിട്ട് സെയിൻറ്റ് പീറ്റർ സമൂഹം വരെ പോകാനും ഒക്കെ നമ്മൾ വേണം. കുഴപ്പമില്ല. അപ്പോൾ എവിടെയെങ്കിലും കോവിഡിൻ്റെ എന്തെങ്കിലും
പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ രഹസ്യമായിട്ട് തന്നെ അറിയിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ ചിലയിടത്തൊക്കെ ഉണ്ടോയെന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ വിജിലൻ്റായിട്ട് സ്നേഹസമൂഹ ഭാരവാഹികൾ അന്വേഷിച്ചിട്ട് പറയും. നമ്മൾ ആ വീട് തൽക്കാലം ഒഴിവാക്കുകയും പിന്നീട് കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ പ്രത്യേകം നമ്മൾ അറിയിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ ഇടവകയുടെ സെൻസസ് എടുക്കുവാനായിട്ട് ഒരു സെൻസസ് ഫോറം കൂടി ഭാരവാഹികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭാരവാഹികൾ ഓരോ കുടുംബത്തിലെയും ഓരോ യൂണിറ്റിലെയും ഓരോ കുടുംബത്തിൽ പോയി ആ സെൻസസ് പ്രകാരം കൊടുത്തിരിക്കുന്ന ചോദ്യാവലിയെല്ലാം പൂരിപ്പിച്ചിട്ട് ഈ മാസം അവസാനത്തോടുകൂടി പള്ളിയിൽ അച്ഛനെ ഏൽപ്പിക്കേണ്ടതാണ് ആ സെൻസസ് ഫോം. അപ്പം നമ്മൾ പുതിയ കുടുംബ ബുക്കിൽ ഈ സെൻസസ് അനുസരിച്ചാണ് നമ്മൾ പേരുകളെല്ലാം രജിസ്റ്റർ ചെയ്യുക. പുതിയ കുടുംബ ബുക്കിലേക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ ഓരോ സമൂഹത്തിലെയും ഭാരവാഹികൾ എന്നാണ് ക്രമമനുസരിച്ച് നമ്മൾ സെൻസസിൽ എഴുതിയ വിവരങ്ങളൊക്കെ പള്ളിയുടെ രജിസ്റ്ററിലും കുടുംബ രജിസ്റ്ററിലും നമ്മൾ എഴുതി ചേർക്കുക. വിവാഹം കഴിഞ്ഞവർ ഒരു കുടുംബമാണെന്നുള്ളതാണ്. അപ്പോൾ അവർക്കും ഓരോ സെൻസസ് പേപ്പർ കൊടുത്തിട്ട് അവരെയും പ്രത്യേക കുടുംബമായിട്ട് നമ്മൾ എഴുതി ചേർക്കണം. ഒരു വീട്ടിൽ 2 മക്കൾ കല്യാണം കഴിച്ചുവെങ്കിൽ അവർക്ക് ഓരോ സെൻസസ് പ്രകാരം പേപ്പർ കൊടുത്തിട്ട് അവരുടെ വ്യക്തിഗത വിവരങ്ങൾ പ്രത്യേകമായി എഴുതി ചേർക്കേണ്ടതാണ്. പള്ളിയിൽ ഒരു കുടുംബമായിട്ടാണ് അവരെ നമ്മൾ സഭ അംഗീകരിക്കുക. അപ്പോൾ അവർ പ്രത്യേകമായിട്ട് എഴുതി ചേർക്കേണ്ടതാണ്. അപ്പോൾ 13-ാം തീയതി ഔസേപ്പിതാവിൻ്റെ തിരുസ്വരൂപം നമ്മൾ അപ്പോൾ ഈ ബുധനാഴ്ചയാണ് 13-ാം തീയതി. ഇപ്പം വൈകുന്നേരം 5 മണിക്ക് കുർബാന ഉണ്ടാവും. കുർബാന കഴിഞ്ഞാൽ ഇപ്പോൾ കുർബാന നമ്മൾ ആഘോഷമായിട്ട് ഗായക സംഘത്തോടൊപ്പം നമ്മൾ പാടി തിരുസ്വരൂപം കൊണ്ടുപോകുമ്പോൾ ഔസേപ്പിതാവ് ലിറ്റനി നമ്മൾ പാടി. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വിളിച്ചു പറയാൻ എത്തി. അപ്പം അതുവരെ പാടിക്കൊണ്ടിരിക്കുകയാണ് ലിറ്റനി നമ്മൾ പള്ളിയിൽ. അപ്പം അങ്ങനെ ആഘോഷമായ നമ്മൾ തിരുസ്വരൂപം നമ്മൾ എല്ലാ വീടുകളിലും കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് അധികം നിങ്ങൾ അത് അനുസരിച്ച് പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രാർത്ഥിച്ചോളുക. യോസേപ്പ് അകലം പാലിച്ചുകൊണ്ട് അതെല്ലാം ഓരോ ഭാരവാഹികൾക്കും വിടുകയാണ്. വിവാഹ പരസ്യം. ഈ ഇടവക കട്ടുകാട്ട് തൈയിൽ ജോൺസന്റെയും ട്രീസായുടെയും മകൻ ജോർജ് ജോമോൻ, പള്ളുരുത്തി സെന്റ് ലോറൻസ് ഇടവക കൊല്ലശ്ശേരി ജോസഫിന്റെയും റീറ്റായുടെയും മകൾ മേരി മെൽഷ്യയും വിവാഹത്തിനാകുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഇടവക കുരിശിങ്കൽ എഡ്വിന്റെയും മേരി മാർഗരറ്റിന്റെയും മകൻ ജോസഫ് മെവിൻ, നസ്രത്ത് ഹോളി ഫാമിലി ഇടവക പുതുശ്ശേരി ടെറൻസ് ആന്റണിയുടെയും മാർഗരറ്റ് ടെറൻസിന്റെയും മകൾ നീത മേരിയും വിവാഹത്തിനാകുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സഭാപരമായി തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ പരിഭൂഷിതരായി ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന് വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഏകജാതനെ വിശ്വസ്തയോടെ ശ്രവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ യഥാർത്ഥ മക്കളെന്ന് വിളിക്കപ്പെടാനും അപ്രകാരമായിരിക്കുവാനും ഇടയാക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത്രയും ദയുള്ള മാതാവേ, നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ആരെയും ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകരുടെ രാജ്ഞിയായ ദൈവമുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിൽ ഞാൻ അടയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, നിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ.
സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷിക്കണമേ. സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവേ നീ സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയണമേ. പാപിയാം ഞാനെൻ്റെ സംഗീതം തേടിയണയുന്ന നീ അനുഗ്രഹിക്കാം. നീലി മാതാവേ നീ സ്നേഹമുള്ളോ